നമസ്കാരം. കുതിച്ചു പായുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അതിശയകരമായ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകബാങ്ക് എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയെ വിലയിരുത്താറുണ്ട്. ലോകരാജ്യങ്ങളുടെ എല്ലാം സമ്പദ് വ്യവസ്ഥയെപ്പറ്റി പല പ്രവചനങ്ങളും ലോകബാങ്കിൻ്റെതായി പുറത്തു വരാറുണ്ട്. പലപ്പോഴും അതെല്ലാം ശരിയാകും. ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥയെപ്പറ്റി ചില പ്രവചനങ്ങൾ ലോകബാങ്ക് നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അത് പാടെ മാറിപ്പോയി. ലോകബാങ്കിന്റെ പ്രവചനം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ച 7% ആയിരിക്കുമെന്നാണ്. എന്നാൽ നേരത്തെ ഇത് 6.6% എന്നായിരുന്നു ലോകബാങ്ക് വിലയിരുത്തിയിരുന്നത്. മുൻ പ്രവചനം തിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലോകബാങ്ക്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ അടിത്തറയിലാണെന്നാണ് ലോകബാങ്ക് അറിയിച്ചിരിക്കുന്നത്. സ്വകാര്യ ഉപഭോഗം, നിക്ഷേപം തുടങ്ങി സുപ്രധാന ഘടകങ്ങൾ മികച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് പരിഷ്കരിച്ച വളർച്ചാ നിരക്ക് ലോകബാങ്ക് രേഖപ്പെടുത്തിയത്. ഇന്ത്യയുടെ GDP വളർച്ച 7% ആകുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതേ കണക്കുകൂട്ടലിലാണ് ലോകബാങ്കും എത്തിയിരിക്കുന്നത്. GDP 2025 ആകുമ്പോഴേക്കും 7% ഉയരും. നേരത്തെ ഇത് 6.6% എന്നാണ് ലോകബാങ്ക് പ്രവചിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ പ്രകാരം 2025 ആകുമ്പോഴേക്കും 0.4% വളർച്ച കൂടി ഇന്ത്യയുടെ GDPയിൽ രേഖപ്പെടുത്തുമെന്ന് ലോകബാങ്ക് അറിയിച്ചു കഴിഞ്ഞു. പൊതുകടവും GDPയും തമ്മിലുള്ള അന്തരത്തിലും കുറവുണ്ടാകും. 2027ഓടെ പൊതുകടം GDPയുടെ അനുപാതം 83.9% നിന്ന് 82% കുറയുമെന്നും ലോകബാങ്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള കുതിപ്പ് തുടരുന്നു. സാങ്കേതിക പുരോഗതിക്കും സ്വയാശ്രയത്തിനും ഇന്ത്യ മുമ്പത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. നിലവിൽ ലോകത്തിലെ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാണിത്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കനുസരിച്ച് 2025ഓടെ $4339.83 ബില്യൺ GDP ഉള്ള 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ തന്നെ IMF, ലോകബാങ്ക്, സെൻട്രൽ ബാങ്ക് തുടങ്ങിയ ഏജൻസികൾ ഇന്ത്യയുടെ വളർച്ചയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. കയറ്റുമതിയിലും വൻ നേട്ടമാണ് ഇന്ത്യ കൊയ്യുന്നത്. അമേരിക്ക, റഷ്യ തുടങ്ങിയ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ മുൻനിരയിലുണ്ട്. ഇറക്കുമതി കുറച്ച് പരമാവധി കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനാൽ നിരവധി പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു കഴിഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 78% വർധനവ് നേടാനും ഇന്ത്യ 2025 ആകുമ്പോഴേക്കും 1.75 ലക്ഷം കോടി വിൽപ്പന നേടുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലാണ്. നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖല ലോകത്തിന് തന്നെ അസൂയ ഉളവാക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കുന്നത്. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7% വളർച്ച കൈവരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 2027ഓടെ $5287.04 ബില്യൺ GDPയുമായി ഇന്ത്യ ജർമ്മനിയെ മറികടക്കുമെന്നും US-നും ചൈനയ്ക്കും ശേഷം 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും IMF ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അത്ഭുതപ്പെടുത്തുന്ന വിധമാണ് മുന്നേറുന്നത്. ഇന്ത്യയുടെ ഈ വളർച്ച അസൂയയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. വലിയ വലിയ ലക്ഷ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. വരും വർഷങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇനിയും മുന്നേറ്റമുണ്ടാക്കും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.